ആക്ച്വലി കുറച്ചധികം കാര്യങ്ങളുണ്ട്, കുറെ എലമെന്റ്സ് കൂടി വന്ന് മൊത്തത്തിലൊരു സ്പെഷ്യൽ പരിപാടിയാണ്. കാസ്റ്റിംഗ് വളരെ സ്പെഷ്യലാണ്. എന്താ പറയാ, നമ്മുടെ സുരേഷ് അങ്കിളും നന്ദു ചേട്ടനൊക്കെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കുറച്ച് കോമ്പിനേഷൻസ് ആണ്. അർജുനായിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് പടമാണ്, അപ്പൊ അത് സ്പെഷ്യലാണ്. പിന്നെ മാച്ച് ബോക്സ് ഷോട്ട്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മലയാളത്തിൽ അവർ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ. ഇതിനു മുന്നേ അന്താദിനും മോണിക്കോ മൈ ഡാർലിംഗ് ഒക്കെ ചെയ്ത വലിയൊരു നല്ലൊരു പ്രൊഡക്ഷനാണ്. അപ്പൊ അത് എന്തായാലും സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ ഡയറക്ടറിന്റെ ഡെബ്യൂ ആണ്, അച്യുത്തിന്റെ ഡെബ്യൂ ഫിലിമാണ്, അത് സ്പെഷ്യലാണ്. പിന്നെ വിഷു ശ്യാംപ്രസാദിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്, അതും സ്പെഷ്യലാണ്. അങ്ങനെ കുറെ സ്പെഷ്യൽ എലമെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ JKയുടെ ഫസ്റ്റ് പടവുമാണ്, മ്യൂസിക് ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമാണ്. അതും മ്യൂസിക് ജനറലി ഇതിൽ മ്യൂസിക് എല്ലാം വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള, ഇതുവരെ നമ്മൾ അങ്ങനെ അധികം കേൾക്കാത്ത ടൈപ്പ് സോങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സോ അത് വളരെ സ്പെഷ്യലാണ്, ഫ്രഷ് സാധനമാണ്. ഇതെല്ലാം സ്പെഷ്യലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി അർജുന് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? സ്പെഷ്യലാണ് പടം. അത് മതി. എനിക്ക് സുരേഷ് അന്നയുടെ കൂടെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ സുരേഷ് ഏട്ടനായിട്ട് ചെറുപ്പം തൊട്ട് നല്ല പരിചയമുണ്ട്. സുരേഷ് ഏട്ടന്റെ കല്യാണത്തിന് വരെ എല്ലാം പോകാറുണ്ട്. ഫാമിലി പരമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ നന്ദുചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും മാച്ച് ബോക്സ്. അങ്ങനെ ഈ അന്നയുടെ കൂടെ അഭിനയിച്ചപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു സത്യം എന്താണ്? മറ്റേ ലൊക്കേഷനെ ചൂടാക്കുന്ന സാധനം കൊണ്ടുവരാ, സ്നാക്സ് ചൂടാക്കി കഴിക്കുക എന്നുള്ള സത്യം. അല്ല, അന്നയുടെ ഒരു സാധനമുണ്ട്, കെറ്റിൽ പോലത്തെ ഐറ്റം. അപ്പൊ നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കാം. ഞങ്ങൾ എപ്പോഴും ലൊക്കേഷൻ ചൂടില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിലേക്ക്. അത് കാരണം ഞാൻ ഓർമ്മ മേടിച്ചു. അടിപൊളി, നല്ല ഉപകാരമുള്ള സാധനമാണ് അത്. ഞങ്ങള് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും പോയി ഷൂട്ട് ചെയ്യണ, ബസ് സ്റ്റോപ്പിലും പറമ്പിലും കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ. അപ്പൊ യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് അപ്പൊ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചൂടാക്കി ചെയ്യാം, കുക്ക് ചെയ്യാം അതില്. അപ്പം അമ്മ പറഞ്ഞു തന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് വാങ്ങിച്ച് ഇപ്പം നമ്മള് ടീമിന്റെ കൂടെ അത് ഉണ്ടാവും, എല്ലാവർക്കും ഗുണമാവും. അങ്ങനെ എന്നിട്ട് വാങ്ങിച്ചിട്ട് എന്തായാലും കുക്ക് ചെയ്തു? ഇല്ല, അത് അവിടെ തന്നെ പാക്കറ്റിംഗ് കിടക്കുന്നുണ്ട്. സത്യം, ഇപ്പോഴും വീട്ടിലുണ്ടോ? മറന്നു. ആരോടും പറയാത്ത ഒരു രഹസ്യം നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടോ? ഇപ്പൊ രഹസ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ, പറയില്ല. പക്ഷെ അല്ല, അടുത്തത് അങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല, പറയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സൂപ്പറാന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടോ? തോന്നിക്കാറുണ്ട്. അതെങ്ങനെ? മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കണ്ടേ, തോന്നിപ്പിക്കാറുണ്ട്. ഒരു കോൺഫിഡൻസ് ഒക്കെ വരണ്ടേ. അപ്പൊ എങ്ങനെ രാവിലെ നീ ബോറാണെന്ന് തളർന്നിരിക്കൂലേ? സൂപ്പറാണ്, ഓക്കെ, എനർജി റെഡി. രാവിലെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെയൊക്കെ പറയോ? ഇല്ല, മനസ്സിലാലോചിക്കോളൂ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതേ ആള് തന്നെയായി ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വേറെ ട്രൈ ചെയ്ത് നോക്കല്ലോ. അതെ, നമ്മളിപ്പോ ഇത് അനുഭവിക്കുന്നുണ്ടല്ലോ, ഇപ്പം വേറെ വെറൈറ്റി നോക്കാം, നല്ലതായിരിക്കും. ഒരു മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അർജുൻ? ആഗ്രഹം എനിക്ക്